ഹലോ, കുട്ടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ നമുക്കൊരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാം, അല്ലെങ്കിൽ മെഴുക്ക് വരട്ടി. ക്യാബേജിൻ്റെ കൂടെ ലാസ്റ്റിൽ ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ക്യാബേജിന് എപ്പോഴും ഇഞ്ചി വേണം, നല്ല ടേസ്റ്റാണ് ഇഞ്ചി ഇടുന്നത്. ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്ന് കിട്ടും. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി സാധനം ചേർക്കാം. ഉള്ളിയൊക്കെ ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ക്യാബേജിന് കുരുമുളക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മെഴുക്ക് വരട്ടിയാണ്, സ്വാദിഷ്ടമായതാണ്. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റാം. സിമ്മിലാണ് തീ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റാം. നമ്മുടെ ക്യാബേജ് ഇവിടെ വെന്തോന്ന് നോക്കാം. നല്ലതായിട്ട് ഇവിടെ ക്യാബേജൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോയാലും മെഴുക്ക് വരട്ടിക്ക് കൊള്ളത്തില്ല. അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇത് ചേർക്കാനുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് നടുക്കോട്ട് നീക്കി വയ്ക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. തോരനല്ല, ഇത് മെഴുക്ക് വരട്ടിയാണ്, അല്ലെങ്കിൽ ഉപ്പേരി എന്ന് പറയും. ഇതൊന്ന് ചിക്കിയെടുക്കാം. വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മീനില്ല, ഇറച്ചിയില്ല, നമ്മൾ പേടിക്കണ്ട. ഒരു കഷ്ണം ക്യാബേജ് ഉണ്ടെങ്കിൽ, ഒരു മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സ്വാദിഷ്ടമായ ഊണ് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ്. തീ സിമ്മിലിടണം. ഇന്ന് നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ക്യാബേജും മുട്ടയുള്ള മെഴുക്ക് വരട്ടി കൂടെ റെഡിയായിട്ട് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. അപ്പോഴേ നമ്മുടെ ക്യാബേജും മുട്ടയും സൂപ്പർ ടേസ്റ്റായിട്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണമേ. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ കാണാം. ബൈ.